നമസ്കാരം. ആർക്കുവേണ്ടി അലോഷ്യസ് ഈ പൊറോട്ട നാടകം? കെ സിക്ക് മുഖ്യമന്ത്രിയാകാൻ ചുടുചോറ് വാരുന്ന KSUക്കാരൻ. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറിന് മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാൻ അവസരം നിഷേധിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചതുപോലും മുഖ്യമന്ത്രി കൊല്ലത്തുണ്ടായിരുന്ന വ്യാഴാഴ്ചയാണ്. പിറ്റേന്ന് മുഖ്യമന്ത്രി കൊച്ചിയിലുണ്ട് എന്ന് അറിയിച്ചിരുന്നുവെന്നും പക്ഷേ താൻ കന്യാകുമാരിയിൽ പോവുകയാണ് എന്ന് അലോഷ്യസ് സേവർ പറഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചത്. എന്നിട്ടും എന്തിനാണ്, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് അലോഷ്യസ് ഈ പൊറാട്ട നാടകം നിങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്? കെ സിക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഈ KSUക്കാരനെ കൊണ്ട് ചുടുചോറ് വാരിക്കുകയാണോ? അപ്പോൾ കെ സിയുടെ മൂട് താങ്ങി നടക്കുന്ന കോൺഗ്രസ് ഗ്രൂപ്പ് മാനേജർമാർ ഒന്നറിയണം, ഈ ഭരണം കൂടി ഇങ്ങനെ പിന്നിൽ നിന്നും കുത്തി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒന്നിൻ്റെ പേരിലും കോൺഗ്രസിൻ്റെ പേരും പറഞ്ഞ് കേരളത്തിൽ മറ്റൊരു ഭരണകൂടം ഉണ്ടാകില്ല, ഉണ്ടാക്കാൻ ജനം അനുവദിക്കില്ല. KSU പ്രസിഡന്റ് സതീശനുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചത് മുഖ്യമന്ത്രി കൊല്ലത്തുണ്ടായിരുന്ന ദിവസമാണ് എന്നാണ് പറയപ്പെടുന്നത്. പിറ്റേന്ന് കൊച്ചിയിലുണ്ട് എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ താൻ കന്യാകുമാരിയിൽ പോകുകയാണ് എന്ന് അലോഷ്യസ് സേവർ പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ പക്ഷം പിടിച്ച് സംവദിച്ചതോടെ സർക്കാർ സംഘടന ഏറ്റുമുട്ടലായി ആ വിവാദമങ്ങ് വളർന്നു കൊഴുത്തു. ഇവിടെ അറിയപ്പെട്ടു അലോഷ്യസ് സേവർ എന്ന് പറയുന്ന KSUക്കാരൻ. ഇങ്ങനെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണോ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അലിഗേഷനുമായിട്ട് എത്തിയത് എന്ന് ചോദിച്ചാൽ, മിസ്റ്റർ അലോഷി, നിങ്ങളെ ചിലപ്പോൾ ഈ KSUക്കാർക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല നീയാണ് ഇതിൻ്റെ പ്രസിഡൻ്റെന്ന്. എന്തായാലും നിന്നെ ഇപ്പോൾ 10 പേർ അറിയുന്നുണ്ട്. ഇങ്ങനെയൊന്നുമല്ല പ്രവർത്തിക്കേണ്ടതെന്നും ഇതൊന്നുമല്ല രാഷ്ട്രീയമെന്നും ആദ്യം മനസ്സിലാക്കുക. ആദർശ രാഷ്ട്രീയത്തിൻ്റെ വക്താവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വിപ്ലവ രാഷ്ട്രീയത്തെ കുടികൊള്ളുവാനുള്ള കരുത്തും നിങ്ങൾക്കില്ല. ഒപ്പം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെ മാത്രം മനസ്സിലാക്കിയ നിങ്ങളുടെ ഈ രീതിയുണ്ടല്ലോ, ആ രീതി പക്ഷേ ഇനി അങ്ങോട്ട് വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് പരസ്യമാക്കിയതിനെ തുടർന്നാണ് അലോഷ്യസ് സേവറിനെ കാണാൻ മുഖ്യമന്ത്രി വിസമ്മതിച്ചത് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു. ഇതിനിടെ വിശദീകരണവുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്തി. ഇന്നലെ എറണാകുളം തേവരയിൽ നടന്ന ഒരു ചടങ്ങിൽ ഈ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടിട്ട് മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ മടങ്ങിയതും വിവാദത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ വെച്ച് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയാളുടെ തോളിൽ തട്ടി എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചിട്ട് പോകാമായിരുന്നു. അതായിരുന്നു ഒരു മര്യാദയും. പക്ഷേ അത് ചെയ്തില്ല. എന്തായാലും വിവാദം വീണ്ടും കൊഴുത്തു. തേവരയിൽ വെച്ച് മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ മടങ്ങിയതോടെ പിഴവ് ചൂണ്ടിക്കാട്ടുകയാണ് KSU ചെയ്തതെന്നും അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഇനിയും തുടരുമെന്നായിരുന്നു അലോഷ്യസ് സേവറിൻ്റെ പ്രതികരണം. അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അലോഷ്യസ് സേവർ. കാരണം അലോഷ്യസ് സേവർ എന്ന് പറയപ്പെടുന്ന KSUക്കാരൻ, അല്ലെങ്കിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അലോഷ്യസിൻ്റെ പുറകിൽ മറ്റാരോ ഉണ്ട്, കരുത്തനായ ഒരാൾ. ആ കരുത്തൻ്റെ പിൻബലത്തിലാണ് അലോഷ്യസ് സേവറും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരുമൊക്കെ ഈ നെകളിപ്പ് കാണിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും അതിനിടെ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPCC അധ്യക്ഷനോട് അലോഷ്യസ് സേവർ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. UDF ഭരണത്തിൽ KSUവിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത് നിർഭാഗ്യകരമാണ് എന്നുള്ള പരാതി പറഞ്ഞിരിക്കുന്നു. അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നുവെന്നാണ് VD പക്ഷത്തിൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് VDക്കൊരു പക്ഷമുണ്ടെങ്കിൽ അവർ പറയുന്നു. യുവാക്കളെ ഇറക്കി വിടുന്നതിന് പിന്നിൽ ഗ്രൂപ്പ് താൽപ്പര്യമാണ് എന്നുള്ളതാണ് ആക്ഷേപം. KPCC അധ്യക്ഷനോട് അലോഷ്യസ് പരാതി അറിയിച്ചു. KSUവിനെതിരെയുള്ള വിമർശനങ്ങൾ ജിൻഡോ ജോണും അനൂപ് വിയാറും സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. ഈ സർക്കാർ KSUവിൻ്റെയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയും കൂടി സർക്കാരാണ് എന്നും അവരെ കൂടി പരിഗണിക്കണമെന്നുമായിരുന്നു വിമർശനം. ആശങ്കകൾ തിരുത്തപ്പെടാതെ വരുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുന്നത് എന്ന് ജിൻഡോ ജോൺ നിലപാട് വ്യക്തമാക്കി പറഞ്ഞു. എന്തായാലും ഈ ജിൻഡോ ജോൺ ആണെങ്കിലും അനൂപാണെങ്കിലും ഇപ്പോൾ അലോഷ്യസ് ആണെങ്കിലും ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ പറയേണ്ട ചില ഇടങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്കത് പറയാവുന്നതാണ്. അല്ലാതെ ഈ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിരുന്ന് സർക്കാരിൻ്റെയും നിങ്ങൾക്കിഷ്ടമില്ലാത്ത മുഖ്യമന്ത്രിയായ VD സതീശനെയും കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ഒരിക്കലും നല്ലതല്ല ജിൻഡോ ജോൺ. അല്ലെങ്കിൽ ജിൻഡോ ജോണിനെ പോലെ തന്നെ അനൂപാണെങ്കിലും ഇപ്പോൾ അലോഷ്യസ് ആണെങ്കിലും. ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനത്തെ ചൊല്ലി രൂപപ്പെട്ടിട്ടുള്ള ഈ മുഖ്യമന്ത്രി KSU പോർമുഖം എന്ന് പറയപ്പെടുന്നത് അതിപ്പോൾ സർക്കാർ സംഘടന ഏറ്റുമുട്ടലായി വളർന്നത് കോൺഗ്രസിനെ വലയ്ക്കുന്ന ഒരു കാര്യമാണ്. ഏകോപനത്തിനോ മധ്യസ്ഥതയ്ക്കോ പാർട്ടി സംവിധാനം ഇല്ലാതായ അസാധാരണമായിട്ടുള്ള സാഹചര്യത്തിലാണ് ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാകുന്നതെന്നത്. പ്ലീഡർ നിയമനത്തിൽ പരാതി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കാമെന്നിരിക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതും പിന്നാലെ ഈ തുടർച്ചയായിട്ടുള്ള പരസ്യ വിമർശനങ്ങളും അത്ര നിഷ്കളങ്കമല്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ VD പക്ഷത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിന് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വൻപൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ വമ്പൻ ആരാണ്? അത് മറ്റാരുമല്ല, എല്ലാവർക്കും അറിയാമല്ലോ,
മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തുന്നി അങ്ങ് AICCയിൽ നിന്ന് താഴേക്ക് കെട്ടിയിറക്കാൻ നിന്നിരുന്ന ആ ഒരു മഹാൻ KC വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ പിൻബലം ഇതിന് ഈ പറയുന്ന മഹാന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും, ഈ പറയുന്ന നേതാക്കന്മാർക്കെല്ലാം ഉണ്ടായിരിക്കും. ഈ സംസ്ഥാന നേതാവും ഈ ജിൻഡോ ജോണും അനൂപും പിന്നെ ഈ പറയുന്ന ശ്രീ അലോഷ്യസിനും ഒക്കെ ഉണ്ടാകും. ഇവരുടെയൊക്കെ പിൻബലത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടുക. അല്ലെങ്കിൽ ഇവരാരും മിണ്ടില്ല. പറയാനും നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് ഒരു ഓർഡർ കൊടുക്കാനും ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരാൾ മറ്റുള്ളവർ പ്രവർത്തിക്കുകയുള്ളൂ. അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആ മഹാനാണിത്. മുഖ്യമന്ത്രി നിർണയ ചർച്ചകളോളം നീളുന്ന രാഷ്ട്രീയ കാരണങ്ങൾ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിൽ ബീഡിക്കൊപ്പമുള്ളവർ സംശയിക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കുന്നു എന്ന വികാരമാണ് പാർട്ടിയിൽ മറുഭാഗത്തുള്ളത്. വീര്യം കുറഞ്ഞ മദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ നിയമനം എന്നിവയിലുറന്ന എതിർസ്വരങ്ങളുടെ തുടർച്ചയാണ് പ്ലീഡർ നിയമനത്തിലും പ്രതിഫലിക്കുന്നതെന്നാണ് ഇവരുടെ വാദം. ഫലത്തിൽ പ്ലീഡർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വെറുമൊരു വാക്പോരിനപ്പുറം മുഖ്യമന്ത്രിക്കെതിരായ പടയൊരുക്കം കൂടിയായി മാറുകയാണ്. മറുഭാഗത്താകട്ടെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ വിമർശനം നടത്തിയവരെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചാനൽ ചർച്ചാ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് VD സതീശൻ വിഭാഗവും രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടുന്നവർക്ക് ചാനൽ ചർച്ചകളിൽ മുഖ്യമന്ത്രിക്കായിട്ട് എങ്ങനെ പ്രതിരോധം തീർക്കാനാകുമെന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങൾ പുതിയ തലത്തിലേക്ക് വഴിമാറുന്നത് തടയാനോ ഇടപെടാനോ സംഘടനാ സംവിധാനമില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുര്യോഗം. ഇതിനിടെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ ADGP അജിത് കുമാറിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം അതും സർക്കാരിനെതിരെയുണ്ട്. ഭരണ നേതൃത്വവും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ കൃത്യമായിട്ടുള്ള ഏകോപനമില്ലാത്തത് പ്രതിസന്ധിയാകുന്നുവെന്നും പുതിയ KPCC പ്രസിഡന്റ് ഉടൻ നിശ്ചയിക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ്. എങ്കിലും ചർച്ച ഇനിയും അണഞ്ഞിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല പാർട്ടി കാര്യങ്ങളിലും നയപരമായിട്ടുള്ള സർക്കാർ തീരുമാനങ്ങളിലും പരസ്പര ധാരണയില്ലാത്തത് പ്രതിപക്ഷത്തിന് എളുപ്പത്തിൽ കടന്നാക്രമിക്കാൻ വഴി തുറക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ അധികാരമേറ്റ് 2 മാസം പിന്നിട്ടിട്ടും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾ പൂർത്തിയാക്കാനായിട്ടില്ല. ഇത് സംബന്ധിച്ച അപേക്ഷകൾ പരിശോധിക്കുവാനോ അർഹത നിശ്ചയിക്കുവാനോ പാർട്ടിയിൽ നിലവിൽ സംവിധാനം പോലുമില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പാർട്ടി പോയാൽ അല്ലെങ്കിൽ ഈ മുന്നണി സംവിധാനം പോയാൽ ഇതൊരു തകർച്ചയുടെ തുടക്കമാണ് എന്നുള്ളത്. ഒരു 2 മാസമാകുമ്പോൾ തന്നെ ഇങ്ങനെ VD സതീശനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം ഉണർന്നെണീക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയമാണ്. കാരണം സതീശൻ ജനങ്ങളുടെ നേരെ അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോയാൽ ഒരു നേതാവ് അവിടെ പരുവപ്പെടുകയാണ് അല്ലെങ്കിൽ രൂപപ്പെടുകയാണ് എന്നുള്ളത് കൊണ്ടും ആ ഭയം ബാക്കിയുള്ള മുതിർന്ന നേതാക്കന്മാർക്ക് KC വേണുഗോപാൽ അടക്കമുള്ള ബാക്കിയുള്ള കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കടക്കം ഭീതിയാകുന്നത് കൊണ്ടും അതുകൊണ്ട് തന്നെയാണ് 6 മാസത്തിനുള്ളിൽ ഈ സതീശൻ സർക്കാരിനെ താഴെ ഇറക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി അവരുടെ പാർട്ടിക്കാർ തന്നെ മുന്നോട്ട് പോകുന്നത്. അതിന് AICC ജനറൽ സെക്രട്ടറിയുടെ പരിപൂർണ്ണ പിന്തുണയുമുണ്ട്. കാരണം അയാൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മുഖ്യമന്ത്രിയാകണമെന്നുള്ള. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി KSU തർക്കത്തിൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെതിരെ KSUവിൻ്റെ തന്നെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് KM കൃഷ്ണലാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നമുക്ക് അതുകൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ചവരെയാണ് പ്ലീഡർമാരാക്കിയത്. പാർട്ടിക്കകത്ത് പരാതികൾ ഉന്നയിക്കുവാൻ അവസരമുണ്ട്. പരാതികൾ ആദ്യം മാധ്യമങ്ങളിലെത്തുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് കൃഷ്ണലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാടിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ടാണ് കൃഷ്ണലാലിൻ്റെ കുറിപ്പ് തുടങ്ങുന്നത് പോലും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMൻ്റെയും BJPയുടെയും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ആർക്കുമില്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ ചിലർക്കെന്ന് ജില്ലാ പ്രസിഡന്റ് ചോദിക്കുകയാണ്. അന്നൊന്നും KSUക്കാരൻ്റെയും യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെയും അവസരം നഷ്ടപ്പെട്ടില്ലേ? ഇന്ന് KSUക്കാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ബാജാലരാകുന്നവർ അന്ന് എന്തേ മിണ്ടാതിരുന്നു എന്നാണ് കൃഷ്ണലാലിൻ്റെ ചോദ്യം. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട മുൻകാലം കലാലയ രാഷ്ട്രീയത്തിൽ SFI ആയിരുന്നുവെങ്കിൽ ABVP ആയിരുന്നു എന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തി? അവർ മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ച് വർഷങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയം പിന്തുടരുന്നവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗത്വമുള്ളവരെ, കോൺഗ്രസ് പ്രവർത്തകരുടെ കേസുകൾ വാദിക്കുന്നവരെ പ്ലീഡർമാരായി നിയമിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് കൃഷ്ണലാലിൻ്റെ ചോദ്യം. അവരുടെ മുൻകാല രാഷ്ട്രീയം പറഞ്ഞ് അവരെ ക്രൂശിക്കുന്ന പാരമ്പര്യമല്ല, മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ പാതയിലുള്ളവരെ സംരക്ഷിക്കുന്ന പാരമ്പര്യവും ചരിത്രവുമാണ് ഇക്കാലം അത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് എന്നുകൂടി കൃഷ്ണലാൽ കുറിച്ചു വെക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷ അനുഭാവികൾ ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ അത് പരിശോധിക്കാൻ തയ്യാറാവുകയും അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമനം റദ്ദാക്കിയ നേതാവുമാണ് VD സതീശൻ എന്നുള്ളത്. KSU നേതാക്കന്മാർക്ക് പാർട്ടിക്കകത്ത് പരാതികൾ ഉന്നയിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നിലനിൽക്കെ
നവമാധ്യമങ്ങളിൽ എന്തിന് വിഴപ്പലക്കുന്നു എന്നുള്ള ചോദ്യം വളരെ കൃത്യമായി കൃഷ്ണലാൽ ചോദിക്കുകയാണ്. കേസുവിൻ്റെ ഗ്രൂപ്പ് മാനേജർമാരായിട്ടുള്ള ചില നേതാക്കന്മാരോട് ഏതെങ്കിലും നേതാവിൻ്റെ പ്രീതി പിടിച്ചു പറ്റുവാൻ ഫേസ്ബുക്ക് താളുകളിൽ 4 എഴുത്ത് എഴുതിയാൽ താഴെ വീഴുന്നതല്ല കേരള മുഖ്യമന്ത്രിയും സർക്കാരും എന്നോർത്താൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണലാൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൃഷ്ണലാലിനെ പോലുള്ള കുറേ KSUക്കാരെങ്കിലും അലോഷ്യസിനോടത് ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്, എന്താണ് നിങ്ങൾ അതിൽ കണ്ടെത്തിയ തെറ്റെന്ന്. എന്തായാലും അതുകൊണ്ട് പൊതുസമൂഹത്തിനും ചോദിക്കാൻ ഒന്നേ ഉള്ളൂ അലോഷ്യസെ, ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അലോഷ്യസിൻ്റെ ഈ പൊറോട്ട നാടകമെന്ന്. KCക്ക് മുഖ്യമന്ത്രിയാകാൻ ചുടുചോറ് വാരുന്ന KSUക്കാരനായി മാറിയത് തെറ്റല്ലേ? KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറിന് മുഖ്യമന്ത്രി VD സതീശനെ കാണാൻ അവസരം നിഷേധിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചത് മുഖ്യമന്ത്രി കൊല്ലത്തുണ്ടായിരുന്ന ദിവസം, അതായത് വ്യാഴാഴ്ചയാണ് എന്ന് പറയുമ്പോഴും പിറ്റേന്ന് മുഖ്യമന്ത്രി കൊച്ചിയിലുണ്ട് എന്ന് അറിയിക്കുമ്പോഴും പക്ഷേ കന്യാകുമാരിയിൽ പോവുകയാണ് എന്ന് അലോഷ്യസ് സേവർ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശനം റദ്ദാക്കി മടങ്ങിയത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ വിശദീകരണം കൊടുക്കൂ. എന്നിട്ടും എന്തിനാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അലോഷ്യസ് ഇപ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന പൊറോട്ട നാടകം? KCക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് KSUക്കാരനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. KCക്ക് ഇത്രയ്ക്കും ആഗ്രഹവും ആവേശവുമാണ് മുഖ്യമന്ത്രിയാകാനെങ്കിൽ ആ സതീശനെ ഒരു 6 മാസം കൂടി അല്ലെങ്കിൽ ഇനി ഒരു 4 മാസം കൂടി ഭരിക്കാൻ അനുവദിച്ചിട്ട് 6-ാം മാസം നിങ്ങൾ കെട്ടുകെട്ടിക്കൂ. അല്ലെങ്കിലും അദ്ദേഹം രാജിവെക്കും. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ ഈ കുൽസിത പ്രവർത്തികളിൽ, പിന്നിൽ നിന്നും കുത്തുന്ന ഈ പ്രവർത്തികളിൽ ആ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി രാജിവെച്ചു പോകും. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് ഭരിക്കാമല്ലോ, KCക്ക് തന്നെ ഭരിക്കാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇനി ഒരിക്കലും ഇപ്പോൾ കിട്ടിയ ഈ 102 സീറ്റ് നിങ്ങൾ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും കിട്ടാത്തവണ്ണം തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം മാത്രമേ KC മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഒഴിയുകയുമുള്ളൂ. അതോടുകൂടി KSU എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസും കോൺഗ്രസും അടക്കമുള്ളവ ഈ മണ്ണിൽ അവശേഷിക്കില്ല, ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും. അത്രയെങ്കിലുമൊക്കെ ഉപകാരം ഈ KC വേണുഗോപാലിന് ചെയ്യാൻ കഴിയും. അതോടുകൂടി ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെന്ന് പോലും അറിയാൻ കഴിയാത്തവണ്ണം ഒരു ദേശീയ പാർട്ടിയായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അത്രയും വലിയൊരു പാർട്ടിയായിരുന്നു. 400ഓളം സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇന്ന് 10-15 സീറ്റിന് വേണ്ടി മറ്റുള്ളവരുടെ തിണ്ണ നിറങ്ങുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഈ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കോൺഗ്രസിനെ കേരളത്തിൽ കൂടി ശവപ്പെട്ടിയിലാക്കിയതിന് ശേഷം മാത്രമേ മടങ്ങൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ ചട്ടുകങ്ങളാകാതിരിക്കുക. നിങ്ങൾക്ക് ആദർശശുദ്ധി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയ അവബോധമുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ചിന്താഗതിയിലോ കാഴ്ചപ്പാടിലോ ആണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ ചട്ടുകമാകാതെ സ്വന്തം വ്യക്തിത്വത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.